വൃക്കരോഗികൾ, നിങ്ങൾ വൃക്കരോഗത്തിൻ്റെ തുടക്കത്തിലാണെങ്കിലും വൃക്കരോഗം റിയാക്റ്റിങ് കൂടുതലോ കുറവോ ആയി കാണുന്നവർ ഒരു കാര്യം ചെയ്യുക. ഒരു ചിറ്റമൃതം എന്ന് പറഞ്ഞൊരു മരുന്നുണ്ട്. അതിൻ്റെ ഒരു കഷ്ണം, കാരണം വെച്ചാൽ കൈനീലെന്ന് പറഞ്ഞാൽ അത് ഇടിച്ച് പിഴിഞ്ഞ് കിട്ടുന്ന വെച്ചാൽ ഒരു സ്പൂണ് നീര് എടുത്തിട്ട് രാവിലെയും വൈകുന്നേരം ഓരോ സ്പൂൺ വീതം കഴിക്കുക. ഒരു 15 ദിവസം കഴിക്കുക കേട്ടോ. ഇത് കഴിച്ചിട്ട് നിങ്ങൾ ആദ്യം ഒന്ന് നോക്കണം, പോയിട്ട് നോക്കണം. അത് കഴിഞ്ഞിട്ട് പിന്നെ തുടക്കത്തിലാണ് റിയാക്റ്റിംഗ് എന്ന് പറയുമ്പോൾ റിയാക്റ്റിംഗ് ഉണ്ട് കൂടുതലാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരാഴ്ച കഴിച്ച് നോക്കുക. അപ്പം എത്രത്തോളം നിങ്ങൾക്ക് ബലം ചെയ്യുക, അപ്പോൾ അത്രയും മാത്രമേ കഴിക്കുന്നുള്ളൂ ഒരാഴ്ച. അത് കഴിഞ്ഞിട്ട് പിന്നെ അത് നിന്ന് ഒരാഴ്ച നമ്മൾ കഴിച്ചിട്ട് അതിന് നല്ല ബലം, കാരണം വെച്ചാൽ ഷുഗറിന് നല്ലതാണിത്. അപ്പോൾ ഷുഗർ ഉണ്ടെങ്കിൽ മാറിക്കിട്ടും. ഷുഗർ കൂടുതലായാലും കുറവായാലും കുഴപ്പമില്ല. പനി ഉണ്ടെങ്കിൽ മാറിക്കിട്ടും. പിന്നെ മറ്റുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിലൊക്കെ മാറുന്നതാണ്. അപ്പം ഇത് വൃക്കയ്ക്ക് കംപ്ലൈൻറ്റ് ആരംഭവും ഉള്ളത് നല്ലോണം ഉള്ളവരായാൽ പോലും ഡയാലിസിസ് ചെയ്യുന്നവരും ഇതേപോലെ തന്നെ കഴിക്കുക. കാരണം ഓരോ സ്പൂണ് ഒരാഴ്ച കഴിക്കുക. എന്നിട്ടൊന്ന് ടെസ്റ്റ് ചെയ്യുക. നമുക്ക് എത്രത്തോളം അതിന് മാറ്റങ്ങൾ നമ്മുടെ ശരീരത്തിൽ മാറ്റം ഉണ്ടോ എന്ന് നോക്കുക. മനസ്സിലായോ? അത് കഴിഞ്ഞിട്ട് വീണ്ടും കഴിക്കാൻ നോക്കുക. പിന്നെ ഇനി ഒരു മരുന്നുണ്ട്, അത് ഞാൻ പറഞ്ഞു തരാം. പിന്നെ ഇതിപ്പോൾ ചെയ്യുക. ഓക്കെ.